എല്ലാ പ്രേക്ഷകർക്കും ബി ഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നത് ആരാണ് കണ്ടെത്താവുന്നതിനെ കുറിച്ചാണ്. ഹൂ ഈസ് പുള്ളിങ് ദാറ്റ് പേഴ്സൺ എവേ ഫ്രം മീ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാരോട്ട് കാർഡ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് ഒരു ജനറൽ റീഡിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല, റെസിനേറ്റ് ആകുന്നത് സ്വീകരിക്കുക. പക്ഷെ കാലാതീതമാണ്. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഒന്നാമത്തെ കാർഡ് ദി ഡീവിൾ എന്ന കാർഡാണ്. നിങ്ങളുടെ പങ്കാളിക്കോ അല്ലെങ്കിൽ പങ്കാളിയുടെ ആകർഷണം മൂലം നിങ്ങൾക്കോ ആ വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് തിരിച്ചോ ആകർഷണത്തിലെത്താൻ സാധ്യതയുണ്ട്. അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റാനുള്ള ഭയം, സംശയം അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ആശങ്കകൾ ജനിപ്പിക്കാൻ ചില ആളുകൾ ഒപ്പം കൂടിയിട്ടുണ്ട്. ഈ ബന്ധം സ്വാഭാവികമല്ലാത്ത അടിമത്തം പോലെ ആക്കാനും ചിലർ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറയാനും ചിലർ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിലടിപ്പിക്കുക. ഈ ബന്ധം നടന്നാൽ വലിയ ആശങ്കയുണ്ടാകും, വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞ് പരത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ചിലർ മുന്നോട്ട് പോകുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ മുളയിലെ കണ്ട് മനസ്സിലാക്കുക. അവരുടെ ലക്ഷ്യം നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള സന്തോഷകരമായ ജീവിതം തന്നെയാണ്. അവർക്ക് നിങ്ങളോട് വൈരാഗ്യം തോന്നുന്നതും നിങ്ങളെ അവർ തകർക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുക, നിങ്ങളിലേക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശവുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, നിങ്ങളുടെ പങ്കാളിയിലേക്കോ അല്ലെങ്കിൽ നിങ്ങളിലേക്കോ മറ്റൊരാളൊരു ആകർഷണവുമായി വരാൻ സാധ്യതയുണ്ട്. അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റാനുള്ള ഭയം, സംശയം എന്നിവ നിങ്ങളിൽ ഉണ്ടാകേണ്ടതാണ്. ചില ആശയക്കുഴപ്പങ്ങളും ആവശ്യമില്ലാത്ത ബന്ധങ്ങളും അനാചാരങ്ങൾക്കൊക്കെ വശംവദനാകാൻ സാധ്യതയുണ്ട്. അത് ചിലർ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയെ എങ്ങനെയെങ്കിലും കൈവശത്താക്കാനുള്ള ശ്രമങ്ങളുണ്ട്. ആ ശ്രമങ്ങൾ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളുകളുടെ സഹായം കൊണ്ട് മറ്റു ചിലരാണ് നടത്തുന്നത് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് കൃത്യമായി ഉണ്ടാകേണ്ടതാണെന്ന് ഉള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. രണ്ടാമത്തെ കാർഡും പറയുന്നത് അത്തരത്തിലുള്ള ഒരു ഇടപെടലിനെ കുറിച്ച് തന്നെയാണ്. നിങ്ങളുടെ വ്യക്തിയെ ചാക്കിട്ട് പിടിക്കാനായിട്ട് ചില ആളുകൾ ഇറങ്ങിയിരിക്കുന്നു. അത് നിങ്ങളുടെ വ്യക്തിയിൽ സംശയങ്ങളുണ്ടാക്കിയിട്ടും ഭയങ്ങളുണ്ടാക്കിയിട്ടും ആവശ്യമില്ലാത്ത ആശങ്കകളുണ്ടാക്കിയിട്ടുമാണ്. അതായത് അവരെപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ പരമാവധി രഹസ്യങ്ങൾ അത്തരക്കാരോട് പറയാതിരിക്കുക. നിങ്ങൾ പറയുന്ന രഹസ്യങ്ങളിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും എന്നേക്കും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കേണ്ടതാണ്. നിങ്ങളുടെ വ്യക്തിയോട് പറയുന്നത് നിങ്ങളുമായിട്ട് ബന്ധം ചേർന്ന ആ വ്യക്തി ഒരു അടിമയായി മാറുമെന്ന് പറയുന്നുണ്ട് അവർ. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തി ഭയപ്പെട്ട് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറിപ്പോകാനാണ്. അത്തരം നിലവാരമില്ലാത്ത ശ്രമങ്ങളുമായി അവർ മുന്നോട്ട് പോകുന്നു. അതിനെതിരെ ശക്തമായി നിലകൊള്ളുക, ശക്തമായി നിലപാടെടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളിലേക്ക് അത് പോകും. ആ നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. അടുത്ത കാർഡ് പറയുന്നത് ആ വ്യക്തിക്ക് വ്യക്തമായ തീരുമാനമെടുക്കാൻ ഇവരുടെ പ്രവർത്തനം മൂലം കഴിയുന്നില്ല. ഇവരുടെ പ്രവർത്തനം മൂലം വ്യക്തമായി തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അവസാനത്തെ കാർഡായ ദി ടവർ കാണിക്കുന്നത് അതാണ്. ചില തർക്കങ്ങൾ അവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, വിശ്വാസ വഞ്ചനകൾ ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നു. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല, നിങ്ങൾ ആ വ്യക്തിയെ വിശ്വസിക്കരുത്, ആ വ്യക്തിയെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത് തെറ്റാണ് എന്നിങ്ങനെയുള്ള ഉദ്ബോധനങ്ങൾ നടത്തുകയാണ്. നിങ്ങളുടെ ബന്ധത്തിന് കുഴപ്പം സൃഷ്ടിക്കാൻ ഇവർ ശ്രമിക്കും. വ്യക്തമായ തീരുമാനം എടുക്കാൻ കഴിയാത്ത രീതിയിൽ ആ വ്യക്തിയെ പ്രതിസന്ധിയിലാക്കും. മറ്റാരോ നിങ്ങളുടെ ബന്ധത്തിൽ നുഴഞ്ഞ് കയറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും വലിയ പ്രസക്തിയാണ്. അത് ഈ വ്യാജമായ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിക്കാൻ നോക്കുന്നവർ തന്നെയാണ്. അവരുടെ വ്യാജമായ കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധം തകരുമോ എന്നുള്ളത് നിങ്ങൾ സൂക്ഷ്മപരിശോധന നടത്തേണ്ടതാണ്. നിങ്ങളുടെ വ്യക്തിക്ക് ഇതേക്കുറിച്ച് കൃത്യമായ ധാരണ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല.
നിങ്ങളെക്കാൾ കൂടുതൽ ആ വ്യക്തിയായിരിക്കും ചിലപ്പോൾ ഇവരെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി നിങ്ങളിത് കണ്ടെത്താനായിട്ടുള്ളത് നിങ്ങളുടെ ബാധ്യത തന്നെയാണ്. ആ വ്യക്തിയെ പറ്റി നിങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ ആ വ്യക്തിയോട് വഴക്കടിച്ചുകൊണ്ടോ പ്രശ്നം ഉണ്ടാക്കിയിട്ടോ ഒന്നും ആകരുത്. പൂർണ്ണമായി സമാധാനപരമായ രീതിയിൽ അത് പറഞ്ഞ് ആ വ്യക്തിയെ ബോധ്യപ്പെടുത്താനും നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ ബന്ധത്തിലേക്കുള്ള കയ്യേറ്റം, വിശ്വാസ വഞ്ചന, വ്യാജ വിവരങ്ങൾ, ഇതെല്ലാം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഈ വ്യാജ വിവരങ്ങൾ ചിലപ്പോൾ മറ്റാരെങ്കിലും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പുറകെ നടക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ വ്യക്തിയോട് ഇവർ തന്നെ പറയും. എങ്ങനെയായാലും നിങ്ങളുടെ ആ ഒരു സ്വാധീനം നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് കുറയ്ക്കുക. അതുതന്നെയാണ് ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് പലതരത്തിലുള്ള പണികളുമായിട്ട് നടക്കുക. അതുതന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അങ്ങനെയുള്ളവരെ സൂക്ഷിക്കുക. അനാവശ്യമായ ആരെങ്കിലും കുറ്റം വന്ന് നിങ്ങളുടെ അടുത്ത് നല്ല ഈണത്തിൽ പറയുന്ന ആളുകളുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം അതോടെ അവസാനിപ്പിക്കുക. കാരണം അവരുടെ ലക്ഷ്യം നിങ്ങളോടൊന്ന് പറയും, നിങ്ങളുടെ വ്യക്തിയോടൊന്ന് പറയും, മറ്റുള്ളവരോടൊന്ന് പറയും. എങ്ങനെയായാലും ജീവിതത്തിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുക, ബഹളമുണ്ടാക്കുക, ഒച്ചപ്പാടുണ്ടാക്കുക, പരസ്പര വിശ്വാസം ഉണ്ടാക്കുക. അതാണ് ഈ 3 കാർഡുകളും, ദി ഡീവിൾ, 5 ഓഫ് സ്വാർഡ്സ്, ദി ടവർ. ഈ 3 കാർഡുകൾ നൽകുന്നത് ഒരു തേർഡ് പാർട്ടിയുടെ വലിയ രീതിയിലുള്ള സ്വാധീനമാണ്. അവർ കരാറെടുത്ത് വന്ന പോലെ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, പല രീതിയിൽ ബന്ധത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. അവരെ വിശ്വാസത്തിൽ എടുക്കുകയേ ചെയ്യരുത്. ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾ അത്തരം ആളുകളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ അത് പ്രതിസന്ധിയായി മാറും. നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതം തകർത്തെറിയുന്ന രീതിയിൽ, തച്ചുടക്കുന്ന രീതിയിൽ, ഇല്ലാതാക്കുക, തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടക്കുകയാണ്. ജീവിതത്തിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ വലിയ തരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടാകുമ്പോൾ, അവിടെ വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വ്യക്തി വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വ്യക്തിയും ആയിട്ട് നിങ്ങൾ ജീവിക്കുന്ന ജീവിതത്തെ ഇവർ നേരത്തെ തന്നെ നോക്കിക്കാണുന്നുണ്ട്. ആ ചിരിയും സന്തോഷവും ആ നന്മയും ഒന്നും ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇവരതിന് തയ്യാറുമല്ല, ഇവർക്കത് സഹിക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ഇവർക്കോ അല്ലെങ്കിൽ ഇവരുടെ ആർക്കെങ്കിലോ ആ ജീവിതം കിട്ടണമെന്ന് ഇവർ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. എങ്ങനെയാവട്ടെ, നിങ്ങൾ കൃത്യമായി സൂക്ഷിക്കുക. ഇവരുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും വിജയിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യത പാലിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പ്രൈവറ്റ് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നൽകിയിരിക്കുന്ന ഇമെയിൽ ID-യിൽ നിന്ന് നിങ്ങൾക്ക് പേരും നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പറൊക്കെ അയച്ചാൽ നിങ്ങൾക്ക് പ്രൈവറ്റ് റീഡിംഗ് നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.